ഇടുക്കി കുളമാവെന്ന് നമ്മുടെ ചിന്നക്കനാൽ പോയി അവിടെ നിന്ന് മൂന്നാർ വട്ടവട പോകുന്ന ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കണ്ടൊരു ചെറിയ വാട്ടർഫാൾസ് ആണ്. ഇതിൻ്റെ അടുത്ത് നിർത്തി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മളങ്ങനെ യാത്ര തുടങ്ങിയാണ്. നമ്മൾ ഇന്നലെ കുളമാവായിരുന്നു സ്റ്റേ. അവിടെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിലായിരുന്നു സ്റ്റേ. ഞാനും എൻ്റെ ഒരു ബ്രദറുമായിട്ട് നമ്മൾ ചിന്നക്കനാൽ പോവുകയാണ്. അങ്ങനെ ആ പോണ വഴിയിൽ കണ്ടൊരു അടിപൊളി കാഴ്ചയാണ്. രണ്ട് സൈഡിലും വലിയ മല. നമ്മൾ ഈ ഒരു മല ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കാണുന്നതാണ്. രണ്ട് സൈഡിലും വലിയ മല, അതുപോലെ തന്നെ ചെറിയൊരു റോഡിൻ്റെ വലത് ഭാഗവും ഇടത് ഭാഗത്തുമായിട്ട് നല്ല അടിപൊളി പാടം. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കൂല ഇങ്ങനൊരു മല കയറി ഇറങ്ങുമ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു പാടം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഗ്യാപ്പ് റോഡ് കാണാൻ പറ്റും. ആ മല കയറി നേരെ നമ്മളത് ആ ചിന്നക്കനാൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. ഇനി ഈ ഗ്യാപ്പ് റോഡ് വഴി കുറച്ച് പോയി നമുക്ക് ചിന്നക്കനാലിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകണം. നമ്മുടെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലത്തേക്ക് 3 ടെൻറ്റ് കൊടുക്കാനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും വന്നത്. നമ്മുടെ യൂണിക്കോൺ ബൈക്കിൽ അതൊക്കെ വെച്ച് കെട്ടി, കുളമാവുന്ന അതൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ പുള്ളിയുടെ പ്രോപ്പർട്ടിയിലോട്ട് പോയി അത് കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നതിന് മൂന്നാറാണ്. നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി പോയപ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ട് അവിടെ നിർത്തിയതാണ്. ഒരു ചായയൊക്കെ കുടിച്ച് മാഗിയൊക്കെ കഴിച്ച് അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ ഇവിടെ നിന്ന് കണ്ടത്. ഇവിടെ നിന്ന് സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയായിരിക്കും. 2 മണി, ഏകദേശം 2 മണിയൊക്കെ ആയി നമ്മളിവിടെ എത്തിയപ്പോൾ. ഇനി നമുക്ക് ഓടി വട്ടവട എത്താനുള്ളതാണ്. അതുകൊണ്ട് അധിക സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. എന്നാലും കുറച്ച് നേരം നിന്നു, ചായ കുടിച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ മൂന്നാർ ടൗണൊക്കെ കഴിഞ്ഞ് വട്ടവട പോണൊരു റൂട്ടിൽ കണ്ടൊരു കാഴ്ചയാണ്. ഒരുപാട് പേര് മിസ് ചെയ്യുന്നൊരു വ്യൂ ആണിത്. എല്ലപ്പെട്ടിയാണ് ഈ ഒരു ഗ്രാമം. അടിപൊളി കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു വ്യൂ വരുന്നത്. ഈ കാണുന്ന സ്ഥലം ടൂറിസ്റ്റുകൾക്ക് പോകാൻ കഴിയുന്ന സ്ഥലമല്ല. നമ്മൾ ഒരു ഷോർട്ട് കട്ട് എടുത്ത് വന്നതാണ്. ഇത് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ പഴത്തോട്ടം വ്യൂ പോയിന്റിലാണ്. കുറച്ച് ദൂരം പോകണം. നമ്മൾ ടോപ്പ് സ്റ്റേഷനൊക്കെ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് കയറി വന്നതാണ്. അധികം അങ്ങനെ ആർക്കും ഈ വഴി പോകാൻ കഴിയില്ല. ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച്. അങ്ങനെ നമ്മൾ പഴത്തോട്ടം വ്യൂ എത്തുന്നതിന് മുമ്പ് കണ്ടൊരു കാഴ്ചയാണ്. ഒരു കൂട്ടം കാട്ടുപോത്താണ് കാട്ടിയാണെന്നറിയില്ല. ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഒരു മലയുടെ അപ്പുറത്തായിരുന്നു. കുറച്ച് ദൂരെയായിട്ടാണ് നിന്നത്. ഫോണിൽ അത്ര ക്ലിയർ അല്ല, എന്നാലും നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പഴത്തോട്ടം വ്യൂവിലെത്തിയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച് ഏകദേശം സന്ധ്യയായി. ഈ 6:30-7 മണി സമയമായിട്ടുണ്ട്. ഒരു നല്ലൊരു ഭംഗിയുള്ള വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. അവിടുത്തെ ലൈറ്റുകൾ ഇട്ടേക്കുന്നത് കാണാനും പിന്നെ താഴത്തെ ചെറിയ ഗ്രാമങ്ങളും കൃഷിയും ഒക്കെ കണ്ടു. ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ വന്നെടുത്തതാണ്. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്നെടുത്തതാണ്. സൺറൈസിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് രാവിലെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് താഴോട്ടിറങ്ങി. പിന്നെ ഇവിടെ റോഡെല്ലാം മോശമാണ്. അപ്പോൾ കാറിലൊക്കെ വരണവർ സൂക്ഷിക്കണം. ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് ഇതുവഴി പോകാൻ പറ്റും. പഴത്തോട്ടും വ്യൂവിൽ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ ബൈക്ക് എടുത്ത് താഴോട്ടിറങ്ങി. ഇവിടെയും ആളും തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ സമാധാനത്തിൽ അവിടെ ഒരുപാട് നേരം ഇരിക്കാൻ കഴിഞ്ഞ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇവിടെ താഴത്തെ കൃഷികളോ ഗ്രാമങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടി നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു രാവിലെ കിട്ടിയത്. രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ കൈയൊക്കെ മരവിച്ചു. അങ്ങനത്തെ തണുപ്പായിരുന്നു. വട്ടവട വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റോഡ് തന്നെയാണ്. കൂടുതൽ നിങ്ങൾ രാവിലെ വന്ന് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ തന്നെ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ കാണും. അതെടുത്താൽ അവർ തന്നെ നമുക്ക്
ഒരുപാട് പാക്കേജുകളിൽ ഒരുപാട് വ്യൂകളിൽ അവർ കൊണ്ട് കാണിക്കുക. നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ചെറിയ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. ബൈക്കിനൊക്കെ പിന്നും കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ കിടന്ന വീടാണിത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടാണ്. പുള്ളിയോടൊരു പ്രോപ്പർട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലം മേടിച്ചിട്ട് അവിടെ നമ്മൾ ചെറിയ രീതിയിൽ മഡ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഡ് ഹൗസൊക്കെ ചെയ്ത് അതിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടിയിലാണുള്ളത്. ഇത് ചെറിയൊരു ഗ്രാമമാണ്. വലിയ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ ജോലിക്ക് പോണ ആൾക്കാരും അതുപോലെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് മരം മുറിക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങനെ നടന്ന് പോണത് നമ്മുടെ ഫ്രണ്ടിൻ്റെ പുതിയൊരു പ്രോപ്പർട്ടിയിലോട്ടാണ്. പുള്ളിക്കാരൻ ഹോം സ്റ്റേ ബുക്കിങ് അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്പറും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് നടന്നു പോകുന്ന വഴിയാണ്. വേറെ വഴിയുണ്ട്, ജീപ്പ് വരുന്ന ഒരു വഴിയുണ്ട്. കുറച്ച് ഷോർട്ട് കട്ടായതുകൊണ്ട് ഇങ്ങനെ രാവിലെ തന്നെ നടന്നു പോകുന്നതാണ്. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ പ്രോപ്പർട്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിലവിലൊരു മഡ് ഹൗസാണുള്ളത്. അതിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ ഒരുപാട് പണികളുണ്ട്. കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ അടിപൊളി വ്യൂ തന്നെയാണ്. വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് മലകളും, ശരിക്കും പറഞ്ഞാൽ അതൊരു ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൃഷിയും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. ദൂരെയായിട്ടൊരു പാറ കാണാം. നല്ലൊരു കാഴ്ച തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ബൈക്കും എടുത്തിറങ്ങി. നമ്മൾ ഈ ദൂരെ കാണുന്നത് നമ്മുടെ കൊട്ടക്കമ്പൂരുള്ളൊരു വാട്ടർഫാൾസാണ്. ബൈക്കും കൊണ്ട് കറങ്ങിനി അങ്ങെത്തണം. അവിടെ എത്തി വാട്ടർഫാൾസിൻ്റെ താഴെ നിന്നൊക്കെ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് ഗ്രാമങ്ങൾ നമ്മുടെ വട്ടവട ഉണ്ട്. പഴത്തോട്ടം, കൊട്ടക്കമ്പൂർ, അതുപോലെ തന്നെ കോവില്ലൂർ, അങ്ങനത്തെ കുറേ ഗ്രാമങ്ങളുണ്ട്. കോവില്ലൂരാണ് മെയിനായിട്ടുള്ള ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരുപാട് കടകളും ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അങ്ങനെ ഈ കാണുന്നത് നമ്മുടെ കോവില്ലൂരുള്ള കെട്ടിടങ്ങളാണ്. ഒരുപാട് ചെറിയ വീടുകളും ഇവിടെയാണ് ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ താഴെ കാണുന്നത് സ്ട്രോബെറി തോട്ടങ്ങളാണ്. ഞാൻ അങ്ങനെ അധികം സ്ട്രോബെറി തോട്ടത്തിലൊന്നും പോയില്ല. അവരടുത്ത് ചോദിച്ചപ്പോൾ ഇപ്പോൾ സീസൺ അല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊട്ടക്കമ്പൂരിൽ നിന്ന് കുറച്ച് താഴോട്ടിറങ്ങിയപ്പോൾ ഒരു ഗ്രൗണ്ട് പോലെ കണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. ഇവിടെ 2 കുതിരയല്ല കോവർ കഴുതയാണ് ഇത് നിൽക്കുന്നത്. അതിനെ കണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി നല്ല രസമായിരുന്നു. അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വട്ടവടയുടെ ക്ലൈമറ്റിൽ നമുക്ക് ചൂടൊന്നും അറിയില്ല. കോവില്ലൂരിൽ നിന്ന് നാടുകാണി വഴി കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു സിൽവർ ഫാൾസ് ഉണ്ട്. അത് കാണാനായിട്ട് പോയതാണ്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് സിൽവർ ഫാൾസിൽ ഇറങ്ങിയില്ല. സിൽവർ ഫാൾ കാണാൻ പോകുമ്പോൾ കുറച്ച് ഹെയർ പിന്നൊക്കെ കയറി പോകുമ്പോൾ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ കണ്ട് നമ്മുടെ ആ ചെറിയ ഗ്രാമങ്ങളും ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ കോവില്ലൂർ നേരെ കൊട്ടക്കമ്പൂരാണ് പോയത്. കൊട്ടക്കമ്പൂര് നമ്മൾ നേരത്തെ ഒരു വാട്ടർഫാൾസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ പഴത്തോട്ടത്തു നിന്ന് തിരിച്ച് വർണ്ണ വഴിയിൽ കണ്ടൊരു വാട്ടർഫാൾസ് ദൂരെ നിന്ന് അതിൻ്റെ താഴെ നിൽക്കുന്നൊരു വീഡിയോ ആണിത്. നമ്മൾ 3-4 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയൊക്കെ വന്ന് അങ്ങനെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്ന് നല്ല തണുപ്പാണ് ഇവിടെ. പക്ഷെ ഇവിടുത്തെ കുട്ടികളൊക്കെ ആ തണുപ്പത്ത് ഓടിക്കളിയും ബഹളവും നല്ല രസമായിരുന്നു. എനിക്കാണെങ്കിൽ തണുപ്പത്ത് നിൽക്കാൻ പോലും പറ്റണില്ല. നമ്മൾ രാവിലെ പ്രോപ്പർട്ടി പോയപ്പം അവിടെ നിന്ന് കുറച്ച് വിറകും മരങ്ങളൊക്കെ മുറിച്ചിട്ടിരുന്ന മരത്തിൻ്റെ തോലൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് ചെയ്ത് അങ്ങനെ ഏറെക്കുറെ തണുപ്പിൽ നിന്നൊക്കെ ഇച്ചിരി രക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ
ഇവിടെ വന്ന ജീപ്പ് സഫാരി എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവർ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചു തരും. വാട്ടർഫാൾസ് ആയാലും വ്യൂ പോയിൻ്റ് ആയാലും. പിന്നെ നമ്മൾ പഴത്തോട്ടത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു ചായക്കടയെ കണ്ട് അവിടെ കയറി. അധികം ടൂറിസ്റ്റ് ഒന്നും വരാത്ത ഏരിയയാണിത്. ചെറിയൊരു ഗ്രാമമാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചായക്കട. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് രാവിലെ അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ചെറിയൊരു ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ കണ്ട്. ചെക്ക് ഡാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. കാരണം അധികം ആർക്കും അറിഞ്ഞൂടാത്ത സ്ഥലമാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഒരു ഗോൾഫ് കോർട്ടാണിത്. നമ്മുടെ ടാറ്റയുടെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ആർക്കും അങ്ങനെ പോകാൻ പറ്റൂല. ഞാനിപ്രാവശ്യം പോയതും വന്നതായിട്ടുള്ള വഴികൾ സാധാരണ നമ്മൾ പോണ വഴിയല്ല. സാധാരണ ടോപ്പ് സ്റ്റേഷൻ വഴിയൊക്കെയാണ് വട്ടവട പോണത്. ഇത് അല്ലാതെ ചെറിയ ഷോർട്ട് കട്ട് വഴിയാണ് പോയിട്ടുള്ളത്. അധികം ആർക്കും അറിഞ്ഞൂടാ ഇങ്ങനത്തെ ഒരു റൂട്ട്. അതുമാത്രമല്ല അവർ കയറ്റിവിടുന്ന റൂട്ടും അല്ല. പക്ഷേ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ പറ്റി. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റി. നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ മ്ലാവ് റോഡ് ചാടി ഓടുന്നത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതുപോലത്തെ ഒരു റിസർവോയറിൻ്റെ കാഴ്ച അതൊക്കെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത്. നമ്മളീ പോകുന്ന വഴി അടിപൊളിയായിരുന്നു. കാരണം റൈറ്റ് സൈഡിൽ തേയിലത്തോട്ടവും ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കൊക്കയും ദൂരെ നല്ല മലകളും. നമ്മൾ ഈ റോഡ് ചെന്നിറങ്ങുന്നത് കുണ്ടള ഡാമിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ മൂന്നാറിലോട്ടുള്ള മെയിൻ റോഡിൽ കയറുന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. നല്ല തിരക്കായതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയില്ല. നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടെ നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങി. ഇതിപ്പോൾ ഡേറ്റ് വന്നിട്ട് 25 ഡിസംബർ ക്രിസ്മസിൻ്റെ അന്നായിരുന്നു. അതുകൊണ്ട് ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും മൂന്നാർ അവിടെ നിന്ന് കുളമാവിലോട്ടാണ് പോണത്. നമ്മുടെ മൂന്നാറിൽ നിന്ന് വട്ടവട പോണ റൂട്ട് പ്രാവശ്യമെങ്കിലും ബൈക്കിൽ നിങ്ങൾ എന്തായാലും വരണം. കാരണം അതൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും. ഞാൻ നേരത്തെ കാറിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളും എനിക്ക് മിസ്സായി. അതല്ല ബൈക്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ബൈക്കിൽ യാത്രയാണ് ഒരു വ്യത്യസ്തമായൊരു അനുഭവം നമുക്ക് തരുന്നതാണ്. നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ബൈക്കും കൊണ്ട് നേരെ പോയത്. നമ്മൾ ഇടുക്കിയിലെ കുളമാവാണ്. അവിടെ ഒരു ദിവസം നിന്നിട്ട് അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ബൈക്കും കൊണ്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ മൂന്നാർ വല്ലതും വരുന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ മൂന്നാർ വരുന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന് റെൻറ്റിന് ബൈക്ക് സ്കൂട്ടറൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് വട്ടവട വരാനും അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാനും അവിടെ ബൈക്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റും. അപ്പം ബൈക്ക് സ്കൂട്ടറൊക്കെ കുറച്ചുകൂടെ അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.